2857 കാണിക്കുന്നത്. സാറേ നമ്മൾ വെള്ളം എടുക്കുന്നത് ആ പൈപ്പിൽ നിന്ന്, ആ കാണുന്ന റോട്ടിലെ പൈപ്പിൽ നിന്ന്. ഇവിടെ വന്നോ, അതൊന്നും ചെയ്യത്തില്ല. ഇവിടെ വെള്ളത്തിന്റെ മീറ്ററും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഇവിടെ വെള്ളം വന്നിട്ടില്ല. അപ്പൊ പിന്നെ ഈ 2854 അയ്യോ അതല്ല, നമ്മൾക്ക് വീട്ടിൽ ഇതുവരെ വെള്ളം വന്നിട്ടില്ല. കണക്ഷൻ ഇവിടെ നമ്മൾ അവിടെ വന്നിട്ട് 4 വട്ടം പരാതി കൊടുത്ത്, ഇമെയിലായിട്ടും പരാതി കൊടുത്ത്, എന്നിട്ടൊന്നും ഇവിടെ ഇതുവരെ പൈപ്പ് വെള്ളമൊന്നുമില്ല. നമ്മൾ അവിടെ 3 ദിവസം കൂടുമ്പോഴാണ് ആ പൈപ്പ്, ഇതാ പൊതു പൈപ്പ് ഉണ്ട്, ആ പൈപ്പിൽ നിന്നാണ് 3 ദിവസം കൂടുമ്പോൾ വെള്ളം എടുക്കുന്നത്. അല്ല, പരാതി ഓൾറെഡി ജലസേചന മന്ത്രിക്ക്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്, കളക്ടറുടെ ഓഫീസിലേക്ക്, വാട്ടർ അതോറിറ്റിക്ക് എല്ലാം ഇമെയിൽ ഐ ഡി ആയിട്ട് അയച്ചു. അപ്പൊ ഈ ബില്ല് ഈ 2850 നിങ്ങൾ ഇവിടെ റീഡിംഗ് നോക്കാതെ എങ്ങനെയാണ് അത്രയും തുക എഴുതിയേക്കുന്നത്? അതിനെ കുറിച്ച് പറയും. അയ്യോ ചേട്ടാ, അത് പ്രിന്റഡ് ബില്ലാണ്. ഇവിടെ വെള്ളം വരാതെ ഇവിടെ വന്ന് റീഡിംഗ് നോക്കാതെ എങ്ങനെയാണ് നിങ്ങൾ അവിടെ റീഡിംഗ് നോക്കാതെ അടച്ചു വെച്ചിരിക്കല്ലേ? പിന്നെ എങ്ങനെ നോക്കി? ഇവിടെ ഇതുവരെ വെള്ളം വന്നിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഇത്ര റീഡിംഗ് വന്നത്? അല്ല, ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറയും. അതായത് ഇവിടെ ഇതുവരെ പൈപ്പിൽ വെള്ളം വന്നിട്ടില്ല, പിന്നെ എങ്ങനെയാണ് 2000? അല്ല, അപ്പൊ അങ്ങനെ പഴയ ബില്ലെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ, സർക്കാർ സംവിധാനം എല്ലാം തെറ്റാണെന്നല്ലേ അത് കാണിക്കുന്നത്? അതായത് പൈപ്പിൽ വെള്ളം വരാൻ പറയും. അതായത് നമ്മളൊരു മീറ്റർ, ഒരു കണക്ഷൻ അടുത്ത് സാർ, അത് കണക്ഷൻ എടുക്കാതെ ഞാൻ അതിന്റെ പൈസ എല്ലാം 2000 രൂപ പറഞ്ഞു ഇട്ട് കഴിഞ്ഞാൽ മിനിമം 146. മിനിമം. പക്ഷെ ഇതുവരെ വെള്ളം വന്നിട്ടില്ല. അല്ല, പൈപ്പിൽ വെള്ളം വരാതെ സാർ, അത് നമ്മൾ പരാതി ഓൾറെഡി കൊടുത്തു. പിന്നെ എങ്ങനെയാണ് ഈ 2884 ഒരു കുപ്പി വെള്ളം പോലും? ഞാനിവിടെ മിനറൽ വാട്ടർ മേടിക്കുന്നതിന്റെ കുപ്പി അടക്കുന്നുണ്ട്. ഡെയിലി 4 ലിറ്റർ വെള്ളം മേടിച്ചാൽ ഞാൻ കുടിക്കുന്നത് പോലും, മിനറൽ വാട്ടർ വെള്ളം മേടിച്ചാൽ കുളിക്കുന്നത് പോലും. അപ്പൊ ഈ 2954 രൂപ 1 ലിറ്റർ വെള്ളം പോലും പൈപ്പിൽ വരാതെ എന്തിനാണ് എന്തിനാണ് ഇങ്ങനെ ഒരു ബില്ല്